വടകരയുടെ കടല് പോലെ ഇരമ്പുന്ന ഈ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നില്ല. എനിക്ക് നന്ദി ഇല്ലാഞ്ഞിട്ടല്ല, എൻ്റെ നന്ദി പ്രവൃത്തിയിലൂടെ ഈ നാടിനു വേണ്ടി ഞാൻ കാണിക്കും എന്നാദ്യമേ പറയാൻ ആഗ്രഹിക്കുക. രാഘവേട്ടൻ പറഞ്ഞു, ഒരു ദിവസം രാത്രി പെട്ടെന്ന് ഞാൻ വിളിച്ചു വന്നു. ഞാനിവിടെ ഒരു പ്രസംഗമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നൊന്നും എല്ലാവർക്കും അറിയാം. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ഞാൻ വടകരയിൽ മത്സരിക്കേണ്ടി വരുമെന്നുള്ളത്. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ 10,000-കണക്കിന് ജനങ്ങളുടെ തോളിലേറിയാണ് ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു വടകരയുടെ തെളിമയുള്ള രാഷ്ട്രീയ ബോധത്തിന്റെ ചൂട് ചവിട്ടി ഞാൻ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് നടന്നെടുക്കും എന്നെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അക്രമ രാഷ്ട്രീയത്തിനെതിരായി അതിശക്തമായി വിധിയെഴുത്ത് നടത്താൻ കെൽപ്പും ആർജവുമുള്ള ഒരു ജനതയുടെ പ്രതിനിധിയാവാനുള്ള ഭാഗ്യം ഈ മണ്ണിൽ നിന്ന് എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്കറിയില്ലായിരുന്നു പാറക്കൽ അബ്ദുള്ളയും KK രമചേച്ചിയും ഇടത്തും വലത്തും നിന്നൊരു തെരഞ്ഞെടുപ്പിനെ നയിക്കുമ്പോൾ പ്രിയപ്പെട്ട ബാലേട്ടൻ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരായ മുഴുവൻ നേതാക്കന്മാർ അതിനെ നയിക്കുമ്പോൾ ഇങ്ങനെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സംബന്ധിച്ചൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ടുണ്ടായി. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. ഒരു ദിവസം രാത്രി 11 മണി കഴിഞ്ഞിട്ടാണ് എനിക്കൊരു കോള് വരുന്നത്. അപ്പൊ എന്റെ സ്റ്റാഫിൽ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് തിരിച്ചു വിളിക്കണം, നേതാക്കന്മാരെ തിരിച്ചു വിളിക്കണം. അപ്പൊ എന്നോട് പെട്ടെന്ന് തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് വിചാരിച്ചിട്ട് വേഗം തിരിച്ചു വിളിച്ചപ്പോ എന്നോട് പറയുന്നു, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ UPA ചെയർപേഴ്സന്റെ രാഹുൽ ഗാന്ധിയുടെ അംഗീകാരത്തോടെ ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ ആലോചിച്ചു, അത് എന്തായിരിക്കും തീരുമാനം? നാളെ രാവിലെ പ്രഖ്യാപനം വരും, നിങ്ങളാണ് വടകരയിലെ UDF-ന്റെ സ്ഥാനാർത്ഥി എന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ മറച്ചു വെക്കുന്നില്ല, ഞാൻ കള്ളം പറയുന്നില്ല, ഞാൻ ഉള്ളിൽ തന്നെ സത്യസന്ധമായി പറയുന്നു. ഞാൻ ആദ്യം ഞെട്ടിപ്പോയി എന്നുള്ളത് സത്യമാണ്. ഞാൻ ചോദിച്ചു, വടകരയിൽ പാർലമെന്റിലേക്കോ? അപ്പൊ മുരളീധരനല്ലേ അവിടെ ഉള്ളത്? അതിനൊരു കാരണം കൂടിയുണ്ട്. പ്രസിഡന്റ് ഞാൻ തലേ ദിവസം മുരളീധരനെ വിളിച്ചിരുന്നു. 11-ാം തീയതി വൈകുന്നേരം പാലക്കാട് തെരഞ്ഞെടുപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ മുരളീധരനെ വിളിക്കുന്നത്. എന്നിട്ട് അത് പറഞ്ഞു വെക്കുമ്പോൾ മുരളീധരൻ പറഞ്ഞു, തിരക്കും ഡേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയണം. ഞാൻ പറഞ്ഞു, എന്തായാലും മുരളീധരൻ ഞാൻ ഇത്തവണ വടകരയിലേക്ക് വരുന്നുണ്ട് ഞാൻ പറയുകയും ചെയ്തു. ഞാൻ സത്യം പറയുന്നു, ഞാൻ വടകരയിലേക്ക് ഇത്തവണ എന്തായാലും വരുന്നത് ഞാൻ പറയുകയും ചെയ്തു. അത് ഇമാതിരി ഒരു വരവായിരിക്കും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായി. പിന്നെ എനിക്ക് പ്രയാസം വന്നു എന്നുള്ളതും സത്യമാണ്. ഞാൻ എന്തിനാണ് നിങ്ങളോട് കള്ളം പറയുന്നത്? കാരണം ഞാൻ ഇനി ജീവിക്കേണ്ടത് നിങ്ങളുടെ കൂടെയാണ് എന്നുള്ള നല്ല ബോധ്യം എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ എന്തിനാണ് നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുന്നത്? ഞാൻ എന്തിനാണ് നിങ്ങളുടെ മുമ്പിൽ കള്ളം പറഞ്ഞത്? എനിക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുണ്ടായി എന്ന് പറയാൻ എന്നെ കാക്കുന്നവരുടെ മുമ്പിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യവും. എനിക്ക് പാലക്കാട് പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോ എനിക്കൊരു പ്രയാസം ഉണ്ടായി എന്നുള്ള സത്യം. കാരണം പേരിനൊപ്പമുള്ള അക്ഷരം ഞാൻ വീട്ടിൽ നിന്നൊരു സ്യൂട്ട് കേസാക്കി അവിടെ കൊണ്ടുപോയതല്ല, അവിടുത്തെ ജനങ്ങൾ എനിക്ക് തന്നതാണ് എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. നാളെ നിങ്ങൾ എന്റെ പേരിന്റെ അവസാനം 2 അക്ഷരം തന്നാലും അതെനിക്ക് കളഞ്ഞു കിട്ടിയതല്ല, അത് വടകരയുടെ ഹൃദയം കൊണ്ട് തന്നതാണ് എന്നുള്ള ബോധത്തോട് തന്നെ ആ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റും എന്നുള്ള കാര്യത്തിനും സംശയം വേണം. പാലക്കാട് നിന്ന് പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞപ്പോ കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ ആദ്യം പ്രയാസം തന്നെ ചേച്ചി. ഞാൻ പെട്ടെന്ന് പാലക്കാട് വിട്ട് പോകേണ്ടി വരും. എനിക്ക് അവിടുത്തെ ആളുകളും അവിടുത്തെ ജനങ്ങളും അവിടുത്തെ നമ്മുടെ UDF-ന്റെ പ്രവർത്തകരും അവിടെ നാട്ടുകാരും ഒക്കെ തരുന്ന സ്നേഹമുണ്ട്. അതെല്ലാ ജനപ്രതിനിധികൾക്കും ഒക്കെ കിട്ടുമായിരിക്കും. എനിക്ക് മാത്രമായിട്ട് പ്രത്യേകതയില്ല, അവരുടെ പ്രത്യേകതയാണ്. അങ്ങനെ അവർ സ്നേഹിക്കാൻ അറിയുന്നത് എന്റെ പ്രത്യേകത കൊണ്ടല്ല, അത് അവരായതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പാലക്കാട് പെട്ടെന്ന് പോരാന്ന് പറയുമ്പോൾ എനിക്കത് അറുത്തു മുറി മാറ്റാൻ പെട്ടെന്ന് പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അവിടെ പോകാൻ, അവിടുന്ന് തെരഞ്ഞെടുത്ത ജനങ്ങൾ അവർ തന്ന സപ്പോർട്ടൊക്കെ പെട്ടെന്ന് ഓർത്തപ്പോ ഇങ്ങോട്ടേക്ക് വരുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ ആദ്യം എനിക്കൊരു പ്രയാസം വന്നു. ആ പ്രയാസം ഞാൻ നമ്മുടെ 1-2 നേതാക്കന്മാരെ വിളിച്ച് പങ്കുവെച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു പ്രയാസവും വേണ്ട, അവർക്കത് മനസ്സിലാവും, നിനക്ക് ഇങ്ങോട്ട് വരാം, അവരുടെ സ്നേഹവും ഉണ്ടാവും, വടകരയുടെ സ്നേഹവും ഉണ്ടാവും എന്ന് അവർ പറഞ്ഞു. അപ്പോഴും എന്റെ മനസ്സൊന്ന് ക്ലിയറാവാൻ കുറച്ച് സമയവും
പക്ഷെ ഇപ്പൊ ഞാൻ ഈ വേദിയിൽ നിന്ന് നെഞ്ചിൽ കൈവച്ച് പറയുന്നു, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് രാവിലെ എൻ്റെ താമസിക്കുന്ന കോളനിയിലെ പ്രിയപ്പെട്ട എൻ്റെ അവരുടെ അയൽവാസികളെന്ന് ഞാൻ പറയില്ല, എൻ്റെ അവിടുത്തെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ആ MLA ഓഫീസും പരിസരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും സദാസമയം കൂടെയുള്ള എൻ്റെ ചന്ദ്രൻ ഉൾപ്പെടെയുള്ള അവിടെയുള്ള പ്രിയങ്കരായ നേതാക്കന്മാർ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, അവിടുത്തെ പാർട്ടിയുടെയും മുന്നണിയുടെയും ആളുകൾ, അവിടുത്തെ അമ്മമാർ, അവിടുത്തെ അവരെല്ലാവരും വന്നു. അവരെല്ലാവരും അതിനെ ചേർത്ത് പിടിച്ചു. അവരെല്ലാവരും അതിനെ തലയിൽ തഴുകി. പാലക്കാട്ടുകാരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒന്നാണ്ട് ഉണ്ണിയെന്ന് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞ നമുക്ക് വേറെ ഒന്നും വേണ്ടാന്ന് തോന്നിപ്പോ അങ്ങനെ സ്നേഹിക്കാൻ ആളാണ്. അപ്പൊ അവരെല്ലാവരും കൂടെ ചേർത്ത് വെച്ച് മകനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട്, പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് പ്രസിഡന്റ് വന്ന ആളുകൾ മുഴുവൻ സ്നേഹവും പറഞ്ഞു. എന്നെ അവരിങ്ങനെ ചേർത്ത് പിടിച്ചു, അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് എന്റെ കവിളിൽ ഉപവെച്ചും തലയിൽ കൈവച്ചും എന്നോട് പറഞ്ഞത് വടകരയിൽ എന്റെ കുട്ടി ജയിച്ചു വരണം എന്നുള്ളതാണ് അവരോട് പറഞ്ഞത്. ഇന്ന് എന്നോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, പാലക്കാട്ടെ യാത്രയയപ്പാണോ ഇവിടുത്തെ സ്വീകരണമാണോ ഉജ്ജ്വലമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാലക്കാട്ടെ യാത്രയയപ്പും ഇവിടുത്തെ സ്വീകരണവും രണ്ടും ഹൃദയം കൊണ്ട് എഴുതിയതാണെങ്കിൽ അതിന് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള കടപ്പാട് അതെന്റെ വാക്കിൽ ഒതുങ്ങില്ല. എന്റെ പ്രവൃത്തിയിൽ ഞാൻ വടകരക്കൊപ്പം അടിമുടി ഉണ്ടായിരിക്കുമെന്ന് ഈ സംഗമത്തിൽ ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ പാലക്കാടിനോട് ഞാൻ പറയുന്നു, അവിടെ നിങ്ങൾ വരുമ്പോ ഞാനിത് ചോദിച്ചപ്പോ ഒരമ്മ എന്നോട് പറഞ്ഞത്, കുട്ടികൾ ജോലിക്ക് പോകുമ്പോ ചിലപ്പോൾ വീട്ടിൽ നിന്ന് വിഷമമൊക്കെ പോകും എന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ഇത് പാർട്ടി നിന്നെ ഏൽപ്പിച്ച ജോലിയാണ്. പാർട്ടിയാണ് ഞങ്ങൾക്ക് നിന്നെ പരിചയപ്പെടുത്തി തന്നത്. പാർട്ടി പറഞ്ഞാൽ പോകണം, അതിലൊരു തെറ്റുമില്ല. കാരണം ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ കോൺഗ്രസും കേരളത്തിൽ UDF-ഉം ഓരോ സീറ്റും ജയിക്കേണ്ടതിന്റെ പ്രാധാന്യം അറിയുന്നവരാണ് പാലക്കാടുള്ളത്. ഞാൻ ഒരു കാര്യം പറയുന്നു, എന്നോട് തെരഞ്ഞെടുപ്പിൽ ചോദിച്ചു, എന്നോട് അവിടുന്ന് പോരുമ്പോൾ ചോദിച്ചു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് മൈക്ക് നീട്ടി എന്നോട് ചോദിച്ചു. ഞാൻ ഇപ്പൊ ഈ വേദിയിൽ നിന്ന് പറയുന്നു, പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് എന്നുള്ളത് ഈ വേദിയിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പാലക്കാട്ട് അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ BJP ജയിക്കുമോ എന്നുള്ളത് BJP-ക്കാർക്ക് അറിയാം, അവർ ജയിക്കാൻ പോകുന്നില്ല. നമ്മുടെ CPM-നാണ് സംശയം BJP ജയിക്കുമെന്ന്. BJP ജയിക്കുമെന്ന് പ്രചരിപ്പിക്കാൻ CPM-ന് എന്താ ഇത്ര ആവേശം? നിങ്ങൾ പാലക്കാട്ടുകാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തെന്ന് ഞാൻ CPM പറയാൻ ആഗ്രഹിക്കുന്നു. അവര് ഇവിടെ പല പ്രമുഖരും വന്ന് മത്സരിച്ച സമയത്ത് അവരവിടെ എടുത്ത തീരുമാനം അത് കേവലം വ്യക്തിപരം മാത്രമല്ല, അവരെടുത്ത തീരുമാനം മതേതര രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാനുള്ളതായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാലക്കാടിന്റെ മണ്ണിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എനിക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി അവിടുന്ന് ജയിക്കുമെന്നുള്ള ഉറപ്പും വാക്കും ഞാൻ പാലക്കാടിനും നൽകുന്നു, ഞാൻ വടകരക്കും നൽകുന്നു, ഞാൻ കേരളത്തിനും നൽകുന്നു എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഒരു സംശയവും നിങ്ങൾക്ക് കാര്യത്തിന് വേണ്ട. അത് പൊളിറ്റിക്സ് ആണ്. അവിടുത്തെ സെക്യുലർ ക്രെഡൻഷ്യൽസിനെ ചോദ്യം ചെയ്യുന്നത് CPM. ഒരാളങ്ങ് മാറുമ്പോഴത്തേക്കും ഓടിച്ചെന്നിട്ട് വരിവരിയായി നിന്നിട്ട് BJP വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നവരല്ല പാലക്കാട്ടുകാർ. അവർക്കറിയാം ആരെയാണ് തോൽപ്പിക്കേണ്ടത്, അവർക്കറിയാം ആരെയാണ് പരാജയപ്പെടുത്തേണ്ടത്. പിന്നെ എന്നോട് ഇവിടെ വന്നിട്ട് ചോദിച്ചു, അതിശക്തയായ സ്ഥാനാർത്ഥിയാണല്ലോ, നിങ്ങൾക്ക് എതിരിടാൻ ഭയമുണ്ടോ എന്നുള്ളത്. ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളെയും ബഹുമാനിക്കുന്ന ഒരാളാണ്. ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളെയും ആദരവോടെ നോക്കിക്കാണുന്ന ഒരാളാണ്. കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ കൈപിടിച്ച് നടക്കാൻ ആഗ്രഹിച്ചതും നടന്നതും ഉമ്മൻചാണ്ടിയുടെ കരങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ അല്ല. രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിന്റെ പരിധികളും അതിന്റെ നിലപാടുകളും ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളിടത്ത് പോയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ അങ്ങനെ ഓർക്കുകയായിരുന്നല്ലേ, ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യം എന്റെ പ്രയാസം പറയാൻ വിളിക്കുക ആ നമ്പറിലാവുമായിരുന്നു. ആ നമ്പറിൽ വിളിക്കുമ്പോൾ ഈ തീരുമാനം നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുമായിരുന്നു, അതൊന്നും സാരമില്ല, ഒക്കെ ശരിയാക്കും, ഒന്നും കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കും, താൻ അവിടെ പോകണമെന്ന് പറയുമായിരുന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള സകല ആളുകളെയും വിളിച്ചിട്ടുണ്ടാവുമായിരുന്നു. ഇവിടെ ഞാൻ എത്തുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷന് വരുമെന്ന് ചോദിച്ചാൽ OS ഞാൻ വന്നിരിക്കും എന്നോട് പറയുമായിരുന്നു. ഈ വേദിയിൽ ഉണ്ടാകുമായിരുന്നു. ഇവിടെ വന്ന് എന്നെ ജയിപ്പിക്കണമെന്ന് നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പുതുപ്പള്ളിയുടെ കബറിടത്തിൽ വന്ന് നിന്നപ്പോ വാക്കുകളുടെ അല്ലെങ്കിലും എന്നോട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് വടകരയിലേക്ക് പോകണം, എന്നോട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടാകും വടകര ജയിക്കണം, എന്നോട് അവിടെ പറഞ്ഞിട്ടുണ്ടാകും അക്രമ രാഷ്ട്രീയത്തിനും വർഗീയ ഫാസിസത്തിനും കാലം ആഗ്രഹിക്കുന്ന തിരിച്ചടി വടകരയിലെ ജനങ്ങളുടെ കരുത്തിൽ നിന്ന് കൊടുക്കണമെന്ന്
ആ നേതാവ് പറഞ്ഞിട്ടുണ്ടാകുമെന്ന കാര്യത്തിന് എനിക്ക് സംശയമില്ല. ആ അനുഗ്രഹവും മേടിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നു ചേർന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഒട്ടും അഹങ്കാരമില്ലാതെ, ഒരു കാര്യം അഹന്തയും അഹംഭാവവും ഇല്ലാതെ നെഞ്ചിൽ കൈവച്ച് വിനയത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളോടും പാർട്ടി മുന്നണി പ്രവർത്തകരോടും ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ വേദിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരുപാട് മാലകൾ കിട്ടി. ആ വഴിയിലൂടെ നേരം ആയിരക്കണക്കിന് ആളുകൾ എന്നെ നോക്കി കൈവീശി. ഈ വഴിയിൽ വരുന്ന വണ്ടിയിലും വാഹനത്തിലും എത്രയോ ആളുകൾ എനിക്ക് ഒരുപാട് ഉമ്മകൾ തന്നു. കുറെ ആളുകൾ ചേർത്ത് പിടിച്ചു, കുറെ ആളുകൾ പിച്ചി, കുറെ ആളുകൾ കെട്ടിപ്പിടിച്ചു, കഴുത്തിൽ കൈവച്ചു, എല്ലാം തന്നു. മാല തന്നു, പൂക്കളെടുത്തു, എല്ലാം തന്നു. പക്ഷെ ഞാൻ ഈ വേദിയിൽ ഏറ്റുവാങ്ങിയ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം ആരുടേതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അത് ആരുടെ അടുത്താണ് ഏറ്റുവാങ്ങിയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ വീട്ടിലെ ഭർത്താവിന്റെ മുഖത്ത് ഷേവ് ചെയ്യുമ്പോൾ ഒരു ചെറിയ മുറിവ് മുഖത്ത് വന്ന സഹിക്കുന്ന അമ്മമാരും ഭാര്യമാരും ഈ വേദിയിലുണ്ടോ? നിങ്ങളുടെ കുട്ടി മുറ്റത്ത് ഓടി കളിക്കുമ്പോൾ ഒന്ന് വീണിട്ട് കാലിന്റെ മുട്ടിന്റെ തൊലി ഒരല്പം ഒന്ന് പോയാൽ അത് കുട്ടി വീണതല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിസ്സാരമായി കളയുന്ന ഒരമ്മ, ഒരച്ഛൻ, ഒരേട്ടൻ, ഒരു സഹോദരി എന്നെ കേൾക്കുന്ന ഈ സംഗമത്തിലുണ്ടാവോ? നിങ്ങളോട് ഓടിച്ച് വാരിയെടുക്കില്ലേ? അയ്യോ സാരമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ മുറിവ് ഒഴിഞ്ഞു കൊടുക്കല്ലേ? നിങ്ങൾ ആ മുറിവ് മാറ്റില്ലേ? ആ ചെറിയ ഒരു മുറിവ് വന്നതിന് ഐസ് വെക്കാനോ ക്രീം തേക്കാനോ എന്താ അടുത്തുള്ളതെന്ന് വെച്ചാൽ നിങ്ങളോട് ഓടി ഓടി അവിടെ ചെല്ലില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കുഞ്ഞു മുറിവ്, ഒരു ചെറിയ വര മുഖത്ത് വന്നാൽ നിങ്ങൾ സഹിക്കൂ? ഒരു ചെറിയ വര മുഖത്ത് വന്നാൽ സഹിക്കാൻ കഴിയാത്ത മനുഷ്യരുടെ മുമ്പിലാണ് ഒരു മനുഷ്യനെ 51 തവണ ചില കാബാലികർ ക്രൂരമായി വെട്ടുന്നതും കൊല ചെയ്യുന്നതും നിങ്ങൾ ആലോചിച്ച് നോക്കണം. 51 തവണ ഒരാളുടെ മുഖത്ത് വെട്ടേൽക്കണമെങ്കിൽ ഒരാളെ കൊല്ലാൻ ചിലപ്പോൾ ഒരു കുത്തു മതിയായിരിക്കും, ഒരാളെ കൊല്ലാൻ ചിലപ്പോൾ ഒരു ബ്ലേഡ് മതിയായിരിക്കും, ഒരാളെ കൊല്ലാൻ ചിലപ്പോ ഒരു വെട്ട് മതിയായിരിക്കും. ഒരാളെ 51 തവണ വെട്ടിക്കൊല്ലണമെങ്കിൽ ആ കൊല്ലുന്നവനും കൊല്ലാൻ ഏൽപ്പിക്കുന്നവന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെ ക്രൂരതയെ വടകരയുടെ മണ്ണിൽ ജയിക്കാൻ നമ്മൾ വിടില്ല എന്നുള്ളത് ഈ നാടിന്റെ ജനാധിപത്യ ബോധമുള്ളവൻ എടുക്കേണ്ട തീരുമാനം തന്നെയാണ്. ഞാൻ ആരിൽ നിന്നാണ് ആ ചിത്രം ഏറ്റുവാങ്ങിയത്? ഞാൻ ആരുടെ ചിത്രമാണ് ഏറ്റുവാങ്ങിയത്? ഞാൻ ആരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്? എനിക്ക് ടീച്ചർമാരോട് ആദരവാണ്. അക്ഷരം പറഞ്ഞു തരുന്നവരോട് ആദരവല്ലാതെ മറ്റൊന്നും ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരല്ല നമ്മൾ. എനിക്ക് അമ്മമാരോട് സ്നേഹമാണ്, എനിക്ക് അമ്മമാരോട് ബഹുമാനമാണ്. എന്റെ പാലക്കാട്ടെ അമ്മ, ഞാൻ അമ്മമാരോട് പറയുമ്പോ എന്റെ ഉമ്മ എന്റെ മുമ്പിൽ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ കല്യാണം കഴിച്ച എന്റെ പ്രിയ പത്നിയുടെ ഉമ്മ ഈ വേദിയിൽ എന്നോടൊപ്പം വന്നിരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. എനിക്ക് ഉമ്മമാരോടും എനിക്കും നിങ്ങൾക്കും ഒക്കെ ആദരവും സ്നേഹമാണ്. ടീച്ചറോടും സ്നേഹമാണ്, അമ്മമാരോടും സ്നേഹമാണ്, ടീച്ചർമാരോടും നമുക്ക് സ്നേഹം തന്നെയാണ്. പക്ഷെ വടകരയുടെ ടീച്ചറമ്മ ആരാണ്? വടകരയുടെ ടീച്ചറമ്മ ആരാണ്? എനിക്ക് ഉറച്ചു പറയാൻ കഴിയും വടകരയുടെ ടീച്ചറമ്മ ആരാണ്. ചൊക്ലിയിലല്ലേ ചേച്ചി? കുന്നുമ്മലല്ലേ? ചൊക്ലിയിലെ കുന്നുമ്മൽ LP സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ചൊക്ലിയിലെ കുന്നുമ്മൽ LP സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർക്ക് ഒരു മകനുണ്ടായിരുന്നു. ചൊക്ലിയിലെ കുന്നുമ്മൽ LP സ്കൂളിൽ പഠിച്ചിരുന്ന ടീച്ചർ ആ മകന്റെ അമ്മയുമായി. ആ അമ്മക്ക് പ്രായം ചെല്ലുന്തോറും ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. ആ അമ്മക്ക് പ്രായം ഏറുന്തോറും മറ്റൊരു കണ്ണിന്റെ കാഴ്ച പകുതിയും നഷ്ടപ്പെട്ടിരുന്നു. കാഴ്ച നഷ്ടപ്പെട്ട പ്രായമായ അമ്മയുടെ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ഒരു മകനുണ്ടായിരുന്നു. പ്രായമേറുന്തോറും പ്രയാസം വരുമ്പോൾ എല്ലാ തിരക്കുകൾക്കിടയിലും, രാഷ്ട്രീയമായ എല്ലാ വെല്ലുവിളികൾക്കിടയിലും, എല്ലാ പ്രയാസങ്ങൾക്കിടയിലും, എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും ആ അമ്മയുടെ ചാര ഓടിയെത്താൻ മടിക്കാത്ത, മറക്കാത്ത ഒരു മകൻ ടീച്ചർ അമ്മയ്ക്കുണ്ടായിരുന്നു. പത്മിനി എന്ന് പറയുന്ന ആ ടീച്ചർ, പത്മിനി എന്ന് പറയുന്ന ആ അമ്മ അവസാനം ഒരു അറിയിപ്പ് ആ അമ്മക്ക് കിട്ടിയിട്ടുണ്ട്. ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് തന്റെ മകൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് ആ മകൻ കൊല്ലപ്പെട്ടത് ഒരു ആക്സിഡന്റിലാണ് എന്നുള്ളതാണ്.
ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട മകന്റെ മൃതദേഹം കാത്തിരുന്ന അമ്മയുടെ മുമ്പിലേക്കാണ് ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടേക്ക് കടന്നു വന്നതെങ്കിൽ ആ അമ്മ പിന്നെയാണ് അറിയുന്നത് എന്റെ മകൻ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടതല്ല, എന്റെ മകനെ കൊന്നതാണ്, എന്റെ മകനെ കൊല്ലാൻ CPIM എന്ന പാർട്ടി ഉത്തരവിട്ടതാണ്, എന്റെ മകനെ കൊല്ലാൻ കൊടിസുനിമാരെ പോലുള്ള ക്രിമിനലുകൾ അവിടെ കാത്തുകെട്ടിക്കിടന്ന് പ്ലാൻ ചെയ്ത മർഡറാണ് എന്ന അമ്മ അറിഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത വേദനയിൽ നീറിക്കൊണ്ടിരിക്കുമ്പോ മൃതദേഹം അവസാനം ആ വീടിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നപ്പോ അവിടെ കടത്തിയ മൃതദേഹം കാഴ്ച പരിമിതിയുള്ള ആ കണ്ണുകൊണ്ട് കണ്ടിട്ട് മനസ്സിലാവാതെ അവിടെ കിടത്തിയിരിക്കുന്ന മൃതദേഹത്തിൽ കയ്യൊന്നോടിച്ചപ്പോ മുഖത്തെ പാടുകൾ തൊട്ടിട്ട് എന്റെ മകനല്ല എന്ന കൈ പിൻവലിച്ച പത്മിനി അമ്മയാണ് ഈ വടകരയുടെ ടീച്ചറമ്മ എന്ന് ആർക്കാണ് അറിയാത്തത്? ആർക്കാണ് ബോധ്യപ്പെടാത്തത്? ഞാൻ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കൊടിസുനിമാരുടെ സംരക്ഷകന്മാർക്കും കുഞ്ഞനന്ദന്മാരുടെ ആരാധകർക്കും വടകരയുടെ മണ്ണിൽ ഇടമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് വടകരയുടെ രാഷ്ട്രീയമാണ്. ചോദിക്കുകയാണ്, ഇവർ കുറെ കഴിഞ്ഞിട്ടും എന്താ ഇപ്പോഴും അത് പറയുന്നത്? എന്താ കാരണം എന്നറിയോ? വർഷം ഇത്ര കഴിഞ്ഞിട്ടും നിങ്ങൾ എന്താ അത് പറയുന്നു ചോദിക്കുന്നത്? എന്താ കാരണം വേണോട്ട? കാരണം എന്താണെന്നറിയോ? നിങ്ങൾ 51 വെട്ടിയാലും തീരാത്ത, അവസാനിക്കാത്ത, നിലക്കാത്ത വിപ്ലവത്തിന്റെ പേരാണ് TP ചന്ദ്രശേഖരൻ എന്ന് ഈ ജനതക്കറിയാവുന്നത് കൊണ്ടാണ്. എന്താ വർഷം ഇത്ര കഴിഞ്ഞിട്ടും നിൽക്കാത്തതെന്ന് ചോദിക്കുമ്പോ ആ കൊടും ക്രൂര കൃത്യം നടത്തിയവരെ പാർട്ടി ഗ്രാമങ്ങളിൽ ഒളിപ്പിച്ചവർക്കുള്ള പ്രതിഷേധം കൊണ്ടാണ് അതിപ്പോഴും തീരാത്തത്. എന്താ വർഷം ഇത്ര കഴിഞ്ഞിട്ടും അത് ചർച്ചയാവുന്നെന്ന് ചോദിച്ചാൽ അവർക്ക് ജയിലിൽ സുഖവാസം ഒരുക്കി കൊടുക്കാൻ ഒരു ഭരണകൂടത്തിന്റെ തണൽ ഉപയോഗിച്ചവർക്കെതിരെയുള്ള പ്രതിഷേധം അണയാത്തത് കൊണ്ടാണ് അതിപ്പോഴും ചർച്ചയാവുന്നത്. എന്താ വർഷം ഇത്ര കഴിഞ്ഞും ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ അത് ചോദിക്കുന്നെന്ന് ചോദിച്ചാൽ അതിനും ഞങ്ങൾക്ക് ഉത്തരമുണ്ട്. ആ പ്രതികളുടെ കല്യാണത്തിന് വിരുന്ന് നടക്കുന്നവർ, അവര് ജയിലിൽ നിന്ന് ഫോൺ കോൾ നടത്തുന്നവർ, കൊട്ടേഷൻ സ്വീകരിക്കുന്നവർ, അവരെ വെറുതെ വിടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർക്ക് പരോളിന്റെ ഉത്സവങ്ങൾ കൊടുക്കുന്നവർ. എന്താണ് കാരണമെന്ന് ഞാൻ കൃത്യമായി പറയാം. കൊലയാളികളുടെ ദൈവമായി വർത്തിക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ വടകരയുടെ ജനാധിപത്യ സമൂഹം അത് അംഗീകരിക്കില്ല. ഒരു കാര്യം ഞാൻ പറയുന്നു, അതിൽ കോൺഗ്രസിന്റെ കൊടി പിടിക്കുന്നവർ മാത്രമല്ല, അതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടി പിടിക്കുന്നവർ മാത്രമല്ല, അതിൽ RMPയുടെ കൊടി പിടിക്കുന്നവർ മാത്രമല്ല, മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് വടകരയുടെ മണ്ണിലുണ്ടെങ്കിൽ അവന്റെ വോട്ടും ഇത്തവണ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിന് എനിക്ക് സംശയങ്ങൾ ഏതുമില്ല. അത് തീരാത്തത് അതുകൊണ്ട് തന്നെയാണ്. പ്രിയമുള്ളവരെ, അതെങ്ങനെയാണ് നമുക്ക് മറക്കാൻ സാധിക്കുന്നത്? ഇവിടെ ഷുഹൈബിനെ പറ്റി പറഞ്ഞു, ഇവിടെ ഷുക്കൂറിനെ പറ്റി പറഞ്ഞു, നിങ്ങൾ കണ്ടത് ഇവിടെ കൃവേഷിനെ പറ്റി പറഞ്ഞു, ഇവിടെ അസ്ലമിനെ പറ്റി പറഞ്ഞു, ശരത് ലാലിനെ പറ്റി പറഞ്ഞു, മൻസൂറിനെ പറ്റി പറഞ്ഞു. ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പിന്നെയും നമുക്ക് വാർത്തകൾ കേൾക്കേണ്ടി വരുന്നു. സിദ്ധാർത്ഥ് എന്നൊരു ചെറുപ്പക്കാരനെ 3 ദിവസം ക്രൂരമായി വിചാരണ ചെയ്ത് കൊന്നതിനെ സംബന്ധിച്ച് ഞാൻ എന്നെ കേൾക്കുന്നവരോട് ചോദിക്കുന്നു, ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, പഠിക്കാൻ അയക്കുന്ന മക്കൾ മൃതദേഹമായി തിരിച്ചു വരുന്നത് കാണാൻ കേരളത്തിലെ അമ്മമാർ, വടകരയിലെ അമ്മമാർ കാത്തിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വോട്ട് ഇത്തവണ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ആവട്ടെ എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആൾക്കൂട്ട വിചാരണ നടത്തിയ ആളുകളെ കൊല്ലുകയാണ്. പ്രിയമുള്ളവരെ, രാജ്യം ഭരിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. രാജ്യം ഭരിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എങ്ങനെയുണ്ടാവുമെന്ന് എന്നോട് ചോദിച്ചു. അതിനോടുള്ള പ്രതികരണം ഞാൻ അതിന് പറഞ്ഞത്, ഞാൻ വിശ്വസിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ ശക്തിയിലും അശക്തിയിലുമല്ല, ഞാൻ വിശ്വസിക്കുന്നത് വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിലാണ് എന്നുള്ളതാണ് എന്റെ നിലപാട്. അവിടെ നരേന്ദ്രമോദി വന്നു, അവിടെ അമിത്ഷാ വന്നു, മുഖ്യമന്ത്രിമാർ വന്നു, അവരെല്ലാവരും വന്നിട്ടും പാലക്കാട്ടെ ജനങ്ങൾ തന്ന പിന്തുണ, സ്നേഹം, ആ ജയം അതൊരു കാര്യം എന്നെ ബോധ്യപ്പെടുത്തുന്നു. രാഷ്ട്രീയത്തിലെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. അവരാണ് ഏറ്റവും വലിയ ശക്തി എന്നുള്ളത്. സംഘപരിവാറിന്റെ ഫാസിസത്തെ, ഈ നാടിനെ കീറിമുറിക്കാനുള്ള ശ്രമങ്ങളെ, അതിനെ ചെറുക്കാനുള്ള ഉത്തരവാദിത്വം വടകരക്കുണ്ട്.
ഈ രാജ്യം BJP-യിൽ നിന്ന് മോചിതരാവാൻ ആഗ്രഹിക്കുമ്പോ വടകരയുടെ മണ്ണ് ആ ആഗ്രഹത്തിന് പിന്തുണ കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയിലൂടെ മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. BJP-യെ പരാജയപ്പെടുത്തിയേ തീരൂ. ഒരു സംശയം നിങ്ങൾക്ക് ആ കാര്യത്തിന് വേണ്ട. അതിനും വടകരയുടെ വിധി എടുത്തുണ്ടാകും. ഇപ്പൊ 40 രൂപക്ക് പെട്രോൾ കിട്ടുന്നുണ്ടോ? ഉണ്ടോ? 40 രൂപക്ക് ഡീസൽ കിട്ടുന്നുണ്ടോ? 400 രൂപക്ക് ഗ്യാസ് കിട്ടുന്നുണ്ടോ? നിങ്ങൾ പറ, ഉണ്ടോ? അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വന്ന് നിറഞ്ഞോ? ഒരു ഡോളറിന് 40 രൂപ കൊടുത്താൽ കിട്ടുവോ? എന്തൊക്കെ വാക്കുകളാണ് നമ്മുടെ പറഞ്ഞത്. ആളുകളെ തമ്മിൽ അടുത്തൊരു പറ്റിപ്പിനെ പറ്റി പറഞ്ഞോട്ടെ. ആളുകളെ തമ്മിലടിച്ച് ഞാൻ ഒരു കാര്യം പറയുമ്പോൾ കൽപ്പാത്തി അമ്പലത്തിലും പുതുപ്പള്ളി തെരുവ് പള്ളിയിലും അവിടെ സെൻട്രാഫിലിന്റെ അവിടെയുള്ള ചക്കാക്കരയിലെ പള്ളിയിലും ചർച്ചിലും ഒരുപോലെ പോകുന്ന ഒരാളാണ് ഞാൻ. അവിടുത്തെ ആളുകളുടെ പരിപാടികൾ കാണാൻ ആ നമ്മളെ കമ്പാർട്ട്മെന്റ് ആക്കി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും ഒക്കെ ആക്കി മാറ്റാൻ ശ്രമിക്കുമ്പോ അതിനെ നമ്മൾ ചെറുക്കേണ്ടതുണ്ട്. നമ്മൾ ചെറുത്തിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. വർഗീയതയെ ഈ വടകരയുടെ മണ്ണിൽ നമുക്ക് വളരാൻ അനുവദിച്ചുകൂടാ. അത് എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധം തീർക്കും. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരു നേതാവിനെ വിളിച്ചു. ഞാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ ഞാൻ നേതാവിനെ വിളിച്ചു. ആ നേതാവിന്റെ ചിത്രമാണ് ഈ ഫോട്ടോയിൽ ആദ്യത്തിൽ നമ്മൾ കാണുന്നത്. ഞാൻ വിളിച്ച നേതാവിന്റെ പേരാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നോട് പറഞ്ഞ വാക്കുകൾ അതേപോലെ ഞാൻ പറയുന്നു. എടാ, നീ എന്റെ കുട്ടിയല്ലടാ, നീ ഇങ്ങോട്ട് കേറി വാടാ എന്ന് ധൈര്യത്തോടെ കേറി വാടാ എന്ന് പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഇന്ന് എന്തോ ഒരു ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഭാര്യയുടെ അമ്മ മരിച്ചുമായിട്ട് ബന്ധപ്പെട്ട് 41-ന്റെ കുറച്ച് കാര്യങ്ങൾ. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാകും. നീ ഇവിടുന്ന് ജയിച്ചിരിക്കും. ഞാനാ പറയുന്നത്. പണ്ട് എന്റെ കൂടെ കയ്യും പിടിച്ച് പറക്കടക്കടവിന്റെ പദ്ധതിക്കെതിരായി സമരം നടത്താൻ വന്ന ആ മെലിഞ്ഞ പയ്യൻ എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചേർത്ത് പിടിക്കും. നീ വടകരയുടെ മണ്ണിൽ ജയിച്ചിരിക്കുമെന്നുള്ള ഉറപ്പും വാക്കും പ്രിയപ്പെട്ട മുല്ലപ്പള്ളി എന്നോട് പറഞ്ഞു. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, വടകരയിൽ നിന്ന് വരുന്ന ഫോൺ കോളുകൾക്കും മെസ്സേജുകൾക്കും ഒരു പരിമിതി ഉണ്ടായിട്ടില്ല. ഇതുപോലെ എന്നെ വിളിച്ച ഒരു ജനസമൂഹം വേറെ ഉണ്ടായിട്ടില്ല. ആ വിളിച്ചവരിൽ ഒരു കാര്യം ഞാൻ കൂടെ പറയാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ കുടുംബം നന്നായി കഴിയാൻ വേണ്ടി ഈ നാട് വിട്ട് അധ്വാനിക്കാൻ പുറത്തുപോയ വടകരയിലെ പ്രവാസികളുണ്ടല്ലോ, ആ വടകരയിലെ പ്രവാസികൾ അവരൊരു മുതലാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഇതുപോലെ ധൈര്യം തന്നവർ, ഇതുപോലെ ഉറപ്പ് പറഞ്ഞവർ, ഇതുപോലെ സ്ട്രെങ്ത് തന്നവർ, ഇതുപോലെ വരാൻ പറഞ്ഞവർ, ഇതുപോലെ സ്വീകരിക്കുമെന്ന് പറഞ്ഞവർ, ഇതുപോലെ വാക്ക് പറഞ്ഞവർ, ഇതുപോലെ ജയിപ്പിക്കുമെന്ന് പറഞ്ഞവർ, ആ പ്രവാസി സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ഞാൻ ഇവിടെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് രാഷ്ട്രീയമായ ഒരു ഉത്തരവാദിത്തം മാത്രമല്ല. എന്റെ പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത്, എന്റെ പ്രാഥമിക ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വടകരക്ക് ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയുന്നു. വെറുതെ വിഷ്ണുവേട്ടൻ സൂചിപ്പിച്ചതുപോലെ പാലക്കാടിന്റെ മണ്ണിലേക്ക് നമ്മുടെ ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിച്ച് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഒരു വോട്ട് കൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ഞാൻ ചെന്നാൽ അതിൽ പേരിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരില്ല എന്നുള്ള ഉറപ്പ് പ്രിയപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവர்கள் തുടങ്ങി വെച്ച ഇനി മറ്റൊരു നേതാവിലൂടെ കടന്ന, ഞാൻ ഇന്ന് പുതുപ്പള്ളി ചെന്നപ്പോൾ ഇന്നലെ ചോദിക്കുകയാണ്, കെ സുരേന്ദ്രൻ പറഞ്ഞല്ലോ സിഗണ്ടിയെ നിർത്തിയിട്ടാണ് നിങ്ങൾ പലയിടത്തും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ നേതാവിനെ പറ്റി, കെ മുരളീധരനെ പറ്റി പറഞ്ഞത് സിഗണ്ടിയെ നിർത്തിയിട്ടാണ് സുരേന്ദ്രൻ പറഞ്ഞത്. സുരേന്ദ്രൻ കെ മുരളീധരന്റെ സിഗണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു മുരളീധരന്റെ RSS വിരുദ്ധതയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് ആണതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്സരം വടകരയിൽ, മത്സരം നേമത്ത്, മത്സരം തൃശൂരിൽ, എവിടെയാണെങ്കിലും സംഘപരിവാറിന്റെ ചതിക്ക് മുമ്പിൽ കോൺഗ്രസിന്റെ UDF-ന്റെ പ്രതിരോധം തീർക്കാൻ ഒരു നേതാവ് ആർജവത്തോടെ നടക്കുമെങ്കിൽ ആ നേതാവിന്റെ പേരാണ് കെ മുരളീധരൻ എന്ന് കേരളത്തിലെ 19 സ്ഥാനാർത്ഥികളും പറയുന്നുണ്ട്. ചേച്ചി എന്നോട് ചോദിച്ചു, മുരളിയേട്ടൻ അവിടെ പോയതിന്റെ, ഞാൻ പറഞ്ഞു മുരളിയേട്ടൻ അവിടെ പോയതിന്റെ ഗുണം കേരളത്തിലെ 19 സ്ഥാനാർത്ഥികൾ അല്ലെ? കേരളത്തിലെ 19 സ്ഥാനാർത്ഥികൾക്ക് അതിന്റെ ഗുണമാണ്. കാരണം അതൊരു ചലഞ്ചാണ്. അത് ഗവർണറെ കാണുമ്പോൾ ചായ ഒരു കോംപ്രമൈസ് ആവുമെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് കെ മുരളീധരന്റെ സ്ട്രെങ്ത് ആണ്. അതുകൊണ്ടാണ് വരേണ്ടി വന്നത് എന്നുള്ളത്
എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്റെ ഉത്തരവാദിത്വം വടകരയുടെ സമഗ്രമായ വികസനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു MP എന്നുള്ള നിലയ്ക്കുള്ള ഇടപെടൽ നിങ്ങളുടെ മക്കളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അടുത്ത തലമുറ വടകരയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോ അവരുടെ മുമ്പിൽ മതിയായ സൗകര്യങ്ങൾ ഒരുക്കാൻ നിങ്ങളുടെ ജനപ്രതിനിധിക്കും നിങ്ങൾക്കും കഴിയുമെന്നുള്ള ഉറപ്പ് അത് തന്നെയാണ് ഈ മണ്ണിന് നൽകുന്ന ആദ്യത്തെ ഉറപ്പ്. ഞാൻ കൂടെ ഉണ്ടാകും. ഞാൻ മറ്റൊന്നും പറയുന്നില്ല. കർഷകരുടെ പ്രശ്നങ്ങൾ, നാളികേര കർഷകർ, ഇനി ഇവിടുന്ന ദിവസങ്ങളെല്ലാം കാണാനുണ്ടല്ലോ. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണ് കാണാൻ വന്നപ്പോ പിന്നെ വിജേഷേട്ടാ ഞാൻ മാറിയില്ല വരുന്നത്. അപ്പൊ അവിടെ വന്നിട്ട് പിന്നെ ഞാൻ അതിന്റെ അവരവിടെ മായിലെ ടവർ പാർക്കിന്റെ അവിടെയാണ് താമസിക്കുന്നത്. ഞാനിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി, ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. ഇവിടെ ഇപ്പൊ വരുമല്ല, ഇവളിങ്ങനെ വാലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ കയറി വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു വലൈക്കും അസ്സലാം, ഞാൻ ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവൾ ആദ്യം തന്നെ ചോദിക്കുന്നു, നിങ്ങൾ എത്ര ദിവസം ഇവിടെ നിൽക്കും, എത്ര ദിവസം അവിടെ നിൽക്കും എന്നോട് ആദ്യം ചോദിക്കുന്നു. അപ്പൊ ഞാൻ അന്തം വിടുക, അത് ഇത്ര ദിവസം എന്റെ വീട്ടിൽ തന്നെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ ആളെ ഇഷ്ടാവുകയും ചെയ്തു. ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കളയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു നമുക്കതൊക്കെ ആലോചിച്ച് ചെയ്യാം, അതിലൊരു തീരുമാനം ഉണ്ടാക്കാം. 10 കൊല്ലം ഞാൻ അവിടെ തന്നെ നിർത്തി. ഇപ്പൊ അവരുടെ ഫാമിലി ഗ്രൂപ്പിൽ വരികയാണ്. ഇപ്പൊ എന്തായി, പുയ്യാപ്പിള തിരിച്ചിവിടെ വരേണ്ടി വന്നു. അഴിയൂരിലുള്ള എൻ്റെ ഉപ്പ, വൈഫിന്റെ ഉപ്പ ഒളവിലത്തിലുള്ള എൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ചു. അവര് മാഹിയിൽ താമസിക്കുന്നു. മകളെ ഞാൻ കല്യാണം കഴിച്ചു. ഇപ്പൊ ആ വടകരയിൽ ഞാൻ മത്സരിക്കാനും വരികയാണ്. അപ്പൊ എനിക്ക് ഒരു കാര്യം, എനിക്ക് വടകരയായിട്ട് ഒരു ബന്ധവുമില്ല എന്ന കാര്യമൊക്കെയോ പറഞ്ഞു കേട്ടു. എന്റെ ഏറ്റവും കരുത്തുറ്റ ബന്ധം വടകരയായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയാൻ ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ ചേച്ചി ഇവിടെ ആൾക്കാർ, കുടുംബക്കാരെല്ലാവരും ഉണ്ട്. വ്യാപ്പള തീരെ വരുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി. അതിലൊക്കെ ഒരു തീരുമാനമായി കിട്ടി അല്ലേ ജിയ മോളെ? ചേച്ചി, അപ്പം ഞാനിനി കൂടുതലായിട്ടും പ്രസംഗിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമ്മള് തുടങ്ങിയല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം എനിക്ക് മനസ്സിലായി നിങ്ങൾ തുടങ്ങി കഴിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ പാലക്കാട്ടേക്ക് വിളിച്ചിട്ട് പറയും, ജോലി സ്ഥലത്ത് പോയ ആൾക്കാർ ചോദിക്കില്ല എങ്ങനെയുണ്ട് മോനെ, അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ, റൂമിൽ താമസിക്കുന്നവരൊക്കെ എങ്ങനെയുണ്ട്, ഒപ്പം വർക്ക് ചെയ്യുന്നവരൊക്കെ എങ്ങനെയുണ്ട് എന്ന് വീട്ടുകാർ വിളിച്ച് ചോദിക്കൂലേ? ഇന്ന് രാത്രി വിളിച്ച് ചോദിക്കുമ്പോൾ പറയും ഒരു 1.5 മുതലുകളാണ് ഇവിടെ ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ തന്നത് ഒരു സ്വീകരണമല്ല, നിങ്ങൾ തന്നത് ഒരു 1.5 സ്വീകരണമാണ്. എന്തൊരു ജനമായിരുന്നു. ഞാൻ ആ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് നോക്കി, എനിക്ക് പേടിയാവും വണ്ടി മുമ്പോട്ട് നിൽക്കാം. ആരെങ്കിലും കാലുമ്പോ കയറുമെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറയാം കാലുമ്പോ കയറിയാലും കുഴപ്പമില്ല. ഞാൻ നിനക്കത് പറയാം, എനിക്ക് ഇലക്ഷൻ പറഞ്ഞു. അവിടുന്ന് കയറി ജീപ്പുമ്മ കയറി വിടാതെ കാത്തു കുറെ എനിക്ക് എന്താ പറയാ, ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത്, എനിക്ക് ഭയങ്കരമായിട്ടുള്ള സ്വീകരണമാണ് നിങ്ങൾ ഈ ഇവിടെ ഒരുക്കിയത്. നിങ്ങൾ നേതാക്കന്മാരും സഹപ്രവർത്തകരും ഞാൻ പറഞ്ഞില്ലേ, പാലക്കാടുമായിട്ട് ഒരിക്കലും എന്നെ അർത്ഥം മാറ്റാൻ കഴിയില്ല. അത് ഇനിയാണെങ്കിലും പറ്റില്ല. ഞാൻ അത് പറയുമ്പോഴും ഞാൻ പറയുന്നു, ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെയൊക്കെയുള്ള ഒരാളുകളുടെ വന്നിറങ്ങാൻ ഭാഗ്യം ചെയ്യണം എന്ന കാര്യത്തിന് സംശയം. എത്ര നേരമായി നിങ്ങൾ ഇവിടെ വന്നു? എത്ര നേരമായി? 5 മണിക്കൂറായി നിങ്ങൾ ഇവിടെ വന്നിട്ട്. 4 മണിക്ക് നിങ്ങൾ വന്നത്. എനിക്ക് ഇപ്പൊ സമയം 9 മണിയായി, ഇതുവരെ പോവാതെ ഇത്ര ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ കൺവെൻഷന്റെ പന്തലിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ പോവാതിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വടകരയും നമ്മളെ വിട്ടു പോവില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരെ സിനിമ ഡയലോഗ് പറഞ്ഞ സ്ഥിതിക്ക് ഞാനും പറയട്ടെ പറഞ്ഞ ഞങ്ങളത് വാക്കാക്കി ശരിയാക്കി തരുമോ? ഉറപ്പാണ്. നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് വേറെ കാര്യം പറയണ്ടേ, അത് സ്ഥാനാർത്ഥി കാര്യം. ഇത് കൂടെ 1 മിനിറ്റ് കൂടെ 2 മിനിറ്റ് കൂടെ അല്ല മണിക്കൂർ അപ്പൊ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ 1 ലക്ഷം വോട്ടിന് ജയിച്ചു, 2 ലക്ഷം വോട്ടിന് ജയിച്ചു എന്നൊക്കെ എല്ലാവരും നിങ്ങളുടെ കരുത്ത് കണ്ടിട്ട് പറയുന്ന, എനിക്ക് സ്ഥാനാർത്ഥിയാണല്ലോ, ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കണല്ലോ. തെരഞ്ഞെടുപ്പിന്റെ ജയം
ഞാനൊന്ന് പറഞ്ഞോട്ടെ. തെരഞ്ഞെടുപ്പിന്റെ ജയം വീടുകളിൽ എത്തുന്ന UDF പ്രവർത്തകന്റെ ആത്മാർത്ഥതയാണ്. ആണോ അല്ലേ? അതിലൊരു കുറവ് നമ്മൾ വരുത്തില്ലല്ലോ. എത്ര തവണ വേണമെങ്കിലും ഓരോ വീട് നിങ്ങൾ കയറുമോ? അവർ വെറുപ്പിക്കരുത്. ചേച്ചി ഒരു മിതമായ ആവശ്യത്തിനുള്ള എണ്ണം അതൊന്ന് നിങ്ങൾ ഫീൽഡിലൊന്ന് ഇറങ്ങണം. കാരണം നേരത്തെ ഇറങ്ങി, നേരത്തെ പോസ്റ്റർ ഒട്ടിച്ചു, നേരത്തെ ഫ്ലെക്സ് വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊന്നും എനിക്ക് വലിയ പേടിയൊന്നുമില്ല. ഇവിടെ ഞാൻ ചില ട്രോളുകളൊക്കെ കണ്ട് ഷാഫി പറമ്പിൽ പേടിച്ചിട്ട് വടകരയിലേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില ട്രോളുകളൊക്കെ കണ്ടു. ഇപ്പോ ഞാൻ പറയുന്നില്ല, ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വോട്ട് എണ്ണീട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. വോട്ട് ചേർക്കേണ്ട കാര്യം, വീടുകളിൽ പോകേണ്ട കാര്യം, വെറുതെ ജയിച്ചു കൺവെൻഷന് വടകര മുഴുവൻ ആളായിട്ട് ഇനി ഒന്നും ചെയ്യേണ്ട, വീട്ടിലിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടപടിയാവില്ല. ഒരു സീരിയസ് ആയിട്ടുള്ള ഇലക്ഷൻ പ്രോസസ്സാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണപരമായ കാര്യങ്ങൾ, വീടുകളിൽ കയറി വോട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ, അവിടെ ആളുകളെ കണ്ടെത്തുന്ന കാര്യത്തിൽ, നോൺ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തുന്ന കാര്യങ്ങൾ, വനിതകളും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ, അമ്മമാർ, അവരുൾപ്പെടെയുള്ള ആളുകളിലേക്ക് ഈ പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഫേസ് ടു ഫേസ് എത്തണം, നേരിട്ടെത്തണം. അത് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുവോ? ഇവിടുന്ന് എനിക്ക് ഉറപ്പ് വരുത്തുവോ? അതിന്റെയും ബാക്കിൽ ഉറപ്പ് വരുത്തുവോ? നമ്മളെല്ലാവരും ഉറപ്പ് വരുത്തുവോ? വീട് കയറി ഇറങ്ങി കഷ്ടപ്പെട്ട് വോട്ട് ചോദിച്ച് അധ്വാനിച്ച് അധ്വാനത്തിന്റെ വിലയറിഞ്ഞ് നമ്മൾ ജയിക്കും. അങ്ങനെ ജയിച്ചാൽ അതിന് നമുക്കും ഒരു വിലയുണ്ടാകും. ആ കടപ്പാട് ജനങ്ങളോട് നമ്മൾ കാണിക്കും. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ എനിക്കൊരു അവസരം തന്നാൽ നിങ്ങളുടെ നാട്ടിലെ ഒരാളും നിങ്ങളെ നോക്കി എന്ത് കാര്യത്തിനായിരുന്നു എന്ന് ചോദിക്കൂല. അതിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല, അതിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരില്ല. ഒരാഗ്രഹം കൂടെ ഞാൻ പറയാം, വടകരക്കും കോഴിക്കോടിനും ഒക്കെ ഇനി MP-മാർ മാത്രം പോരാ. ഈ തെരഞ്ഞെടുപ്പ് തൊട്ട് നമ്മൾ തുടങ്ങുമ്പോ പെൻഷൻ കൊടുക്കാത്തൊരു സർക്കാരിനെ താഴെ ഇറക്കാൻ, ശമ്പളം കൊടുക്കാത്തൊരു സർക്കാരിനെ താഴെ ഇറക്കാൻ, മരപ്പട്ടിയുടെ മൂത്രത്തിനപ്പുറം ഒന്നും ചിന്തിക്കാത്ത ഭരണാധികാരികളെ താഴെ ഇറക്കാൻ 2026 കാത്തു നിൽക്കുമ്പോ കോഴിക്കോടുന്നും കണ്ണൂരിന്നും ഇനി MLA-മാരും UDF-ന് ഉണ്ടായിരിക്കും എന്നുള്ളത് അതും കൂടെ നമ്മൾ തുടങ്ങുക. അതിന്റെ വർക്ക് കൂടെ തുടങ്ങണ്ടേ? വേണ്ടേ? ഞാൻ ഉണ്ടാവും ബാക്കി കാര്യം. നല്ല സന്തോഷമായിട്ടുണ്ട്. നമുക്ക് രമേശി പിന്നെ അസംബ്ലി, ഞാൻ കാര്യം നിങ്ങൾ ഒരു സംഭവം MLA-നെ അയച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ വന്ന് നിന്നിട്ട് ചെറിയൊരു കടലാസൊക്കെ ഉണ്ടാവും അവിടെ മേശപ്പുറത്ത്, അങ്ങനെ അടക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ടാവും. ഞാനൊക്കെ പിന്നെ ഇങ്ങനെ എല്ലായിടത്തും കൂടി നടക്കുമല്ലോ, ഇടയ്ക്ക് അവിടെ കൂടി ഒക്കെ നടക്കും. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് സിമ്പിളായിട്ട് എഴുന്നേറ്റ് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കും. പ്രസംഗിക്കാനുള്ള സമയം 10 മിനിറ്റും 15 മിനിറ്റും ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കൂത്തുപറമ്പില കുറച്ച് കുറവും കൂടെ നടത്തണം. പിന്നെ ചെറിയ മറ്റേ കൂത്തുപറമ്പ് ഞാൻ അവരോട് പറയുന്നു, അവിടെയും നമ്മളൊരു വരവ് വരുന്നുണ്ട്. അവിടെയും നമ്മൾ റോബർട്ട്, അവിടെയും നമ്മളൊരു വരവ് വരുന്നുണ്ട്. പൊളിക്കാൻ തീരുമാനിച്ച എല്ലാ കോട്ടകളും നമ്മൾ പൊളിച്ചിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അപ്പോ അവിടെ ഇരിക്കും നമ്മുടെ MLA. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അധികം സമയമൊന്നും ഉണ്ടാവില്ല, 15 മിനിറ്റ് 20 മിനിറ്റ് ഒന്നും സംസാരിക്കാൻ ഉണ്ടാവില്ല. കുറച്ച് നേരെ സംസാരിക്കുമോ? പക്ഷെ ഞാൻ പറയട്ടെ, ആ 3 മിനിറ്റോ 4 മിനിറ്റോ 5 മിനിറ്റോ സംസാരിച്ച ചിലരുടെ മുഖത്തൊക്കെ പട്ടയിട്ട വെറുതെ കത്തിപ്പോവും. ഞാനൊരു കാര്യം പറയുന്നത്, കേരളത്തിലെ രാഷ്ട്രീയ വിശേഷണങ്ങളിൽ, കേരളത്തിലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്താ പറയാ ഒരു റിമാർക്സിൽ ഈ കേരളം, ജനാധിപത്യ കേരളം ഇതുപോലെ ചർച്ച ചെയ്ത വാക്കിനോടമയുണ്ടോ? ഈ നാട്ടിലെ ചെറുപ്പക്കാരെ മുഴുവൻ ക്രൂരമായി മർദ്ദിച്ച്, തലതല്ലി പൊളിച്ച്, ഹെൽമെറ്റ് കൊണ്ടടിച്ച്, ചെടിച്ചട്ടി അടിച്ച്, നമ്മുടെ മാങ്കുന്റെ സമരമൊക്കെ സിദ്ധാർത്ഥന് നടത്തി വിജയിപ്പിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ കണ്ടതാണ്. ജബി മേത്തറും നല്ലൊരു കയ്യടി ആ സമരത്തിന് കൊടുക്കണം. ആ അന്വേഷണം ഉൾപ്പെടെ ജബി മേത്തറും നമ്മുടെ രാഹുൽ നടത്തിയ ഉജ്ജ്വലമായ സമരം, നമ്മുടെ യൂത്ത് ലീഗിന്റെ കുട്ടികളായ കുട്ടികൾ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ, യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട പോരാളികൾ തെരുവിലുടനീളം നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങൾ,
ഒരു 10,900 പോലീസിനെ മുമ്പിൽ വെച്ചിട്ട് ഇടത്തും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ 11 ഡിവൈഎസ്പിമാരും 90 സിഐമാരും 900 പോലീസിനെയും കൊണ്ട് നടന്നിട്ട് ഞാൻ ഒരു പ്രത്യേക നിങ്ങൾ സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥയാണ് എന്ന് പറയാൻ ആർജവം കാണിച്ചിട്ടുള്ള ഒരു MLA ജയിച്ചവരാണ് നിങ്ങൾ. ഒരു MLA ജയിച്ചവരാണ്. എനിക്ക് അഭിമാനമാണ് KK രമ MLA-യുടെ കൂടെ ഞാൻ അസംബ്ലിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ എനിക്ക് അഭിമാനമാണ്. ഇനി എനിക്ക് അഭിമാനമാവണമെന്ന് ആഗ്രഹമുള്ളത് KK രമ MLA ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പാർലമെന്റ് മെമ്പർ ആണെന്ന് പറയാനും ഞാൻ തുറന്നാണ് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ശരിയാക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊന്നുമായി ശരിയാക്കിയ പോലെയല്ല. ഭയങ്കര ഓർമ്മശക്തിക്കാരല്ലേ? അപ്പൊ നിങ്ങളോട് കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കണം. അറിയാവുന്ന ഡയലോഗ് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കും, നമ്മൾ ജയിക്കും. അപ്പൊ ബൂത്ത് വീട് അതൊന്നും മറക്കരുത്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. മറക്കില്ലല്ലോ. വോട്ട് ചേർക്കാനുള്ളത് ബാക്കിയെല്ലാം കൂടെ കുറച്ചേക്കണം കേട്ടോ. മറക്കില്ലല്ലോ. താങ്ക് യു.